അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷയുടെ മനസ്സിൽ അല്പം ആശ്വാസവും അല്പം സന്തോഷവും എല്ലാം കൂടെ. എൻ്റെ റബ്ബേ പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമന്നെയാണ് ഇപ്പോൾ ഈ തറവാട്ടിൽ നടക്കുന്നത്. ഒന്നണ്ട് കൊയ്യുമ്പോൾ ഒന്നങ്ങനെ. ഏതായാലും വലിയൊരു അദാബെന്ന് റബ്ബേ നീ രക്ഷിച്ചു റഹ്മാനേ. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ സൗദ പെണ്ണ് ഷമ്മാസിയായിട്ട് ഇങ്ങോട്ട് ഇഷ്ടം കൂടി കമ്പനി കൂടിക്കൂടി എൻ്റെ നുസൈബ് ആകപ്പാടെ വിഷമിച്ച് തെറ്റിപ്പോണൊരവസ്ഥയിൽ നിന്നാണ് പഠിച്ചോനെ നീ കാത്തത്. റബ്ബേ അതാബൊന്ന് ഇറക്കല്ല അല്ലാ റഹ്മാനെ. പഠിച്ച റബ്ബേ നീ കാക്ക്, പുത്തൻ വീട് തറവാട്ടിനെ കാക്ക് റഹ്മാനെ. സദക്കയുടെ അക്ക് ജാ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ. ഏതായാലും നല്ല മട്ടത്തിന് ഓൾ അസുഖം കാര്യങ്ങളൊക്കെ മാറിയിട്ട് റബ്ബേ തിരിച്ചു വരട്ടെ. കാരണം ഈ ഒരു പിഞ്ച് പൈതലിനെ കാണുമ്പോഴേ എൻ്റെ കുട്ടിക്ക് പെറ്റപ്പോഴേ തള്ളൻ്റെ സ്നേഹം കിട്ടിയില്ല. എപ്പോഴും അങ്ങനെ തന്നെ. നമ്മളെ മനസ്സിൽ ഉണ്ടാവും കുട്ടികളോട് സ്നേഹമുള്ള കുട്ടികളെന്നല്ലേ എമ്മാർക്ക് അടുപ്പിച്ചു കൊടുക്കുള്ളൂ. ഇത് പൊക്ക കണക്കന്നെ. കുട്ടീനെയും വിട്ടുകാണ്ടോളം അങ്ങനെ പോയി. എന്നാലും ഉണ്ടാവില്ല ഒരു കുട്ടീനെ ചോദിച്ച് എൻ്റെ കുട്ടി അവിടെ ഏതാ എന്താ. ആ പമ്പർ നോക്ക് അതിൻ്റെ യാതൊരു രീതിയിലുള്ളൊരു കൂട്ടുമില്ല. ഏതായാലും എൻ്റെ റബ്ബേ എങ്ങനെ ഇപ്പം ഞാൻ ഓളെ നോക്കിയിട്ട് റുക്യാനെ വിളിപ്പിച്ചുകാണ്ട് കുളിപ്പിച്ചലും മരുന്ന് വിരകലും ഒക്കെ നടത്തി. അതിൻ്റെ അടിയിൽ കൂടെ ഉൾക്ക് ഒരു പള്ളിയിലിരുത്താം. എന്തായാലും പഠിച്ചോനെ, എന്തായാലും പെറ്റമ്മ ഉണ്ടല്ലോ ഒപ്പം, അതും വലിയ റാഹത്ത്. എന്നാൽ അതാ നുസൈബ രണ്ട് മക്കളെയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അത് നവാസിൻ്റെ മോനെയും അവളുടെ മോളെയും ശരിക്കും രണ്ടുപേരും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അന്ന് രാത്രി ഷമ്മാസ് റൂമിലേക്ക് വന്നു. ആ സമയം അതാ നുസൈബ നമ്മുടെ നവാസിൻ്റെ കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കായിരുന്നു. നുസി, ഇക്ക വന്നോ? അതെ, ഞാൻ വന്നു. കാരണം ഒരുപാട് ലേറ്റ് ആകാൻ പറ്റൂലല്ലോ. എൻ്റെ പെണ്ണ് രണ്ട് മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടാവൂലേ? ഇല്ലിക്ക, പാവാണ്, ഉമ്മയാണ് നോക്കിയത്. ഞാനും എനിക്ക് പഠിക്കാനുള്ളതും എല്ലാം കൂടെ ഇങ്ങനെ. എൻ്റെ പെണ്ണെ, എൻ്റെ നുസി, ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഭാര്യമാരായാലും. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനമില്ലായിരുന്നു. ഷോപ്പിൽ ഞാൻ ആളെ നിർത്തിയിട്ടാണ് വന്നത്. എന്നാൽ ശരിക്കും നുസൈബ വിചാരിച്ചു, റബ്ബേ ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെയാണല്ലോ ഞാനിന്ന് തെറ്റിദ്ധരിച്ചത്. റബ്ബേ നീ പുറത്തു കണ്ട. എന്നാൽ ഈ സമയം നുസൈബയുടെ കണ്ണുകൾ നിറയുന്നത് ഷമ്മാസ് ശ്രദ്ധിച്ചു. നുസി, എന്തു പറ്റി പൊന്നെ? സ്നേഹത്തോടെയുള്ള അവൻ്റെ ആ ഒരു വാക്കുകളിൽ അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, ഇത്ര സ്നേഹമുള്ള ഭർത്താവിനെ ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. ഒരിക്കൽ പോലും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ഇക്ക എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കേ? എന്തിന്? അല്ല എന്താ ഞാൻ എന്തൊക്കെയോ. എന്താ പെണ്ണെ നീ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറ. ഞാൻ ഇക്കയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിക്കേ? എന്നെ കുറിച്ചോ? എന്തിനെ? അതിന് തെറ്റിദ്ധരിക്കാൻ എന്താ ഉണ്ടായത്? അല്ല, അത് ഞാനന്ന് അത് സത്താർക്കയുടെ ഭാര്യൻ്റെ അടുത്തേക്കൊക്കെ പോയപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനായിട്ടോ. ഞാൻ എന്താ പെണ്ണെ നീ പറയുന്നത്? അത് അങ്ങ് പോയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നോട് സൗദത്ത് പറഞ്ഞല്ലോ, അതെ സത്താറിൻ്റെ ഭാര്യനെ മിക്കവാറും ഷാമോന് കെട്ടുമായിരിക്കുന്നു. എന്ത് പെണ്ണെ നീ പറയുന്നത്? വല്ലാത്തൊരു. ആരാ നിനക്കിതൊക്കെ പറഞ്ഞു തരുന്നത്? സൗദത്ത കണ്ടില്ലേ, ഇപ്പം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. അങ്ങനെ സുഖമില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി നീ. അല്ലിക്ക, അവർക്ക് മാനസികമൊന്നും ഇല്ലായിരുന്നു. അത് അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞത്. എന്നോട് കുറേ ഉപദേശിച്ചു തന്നു. നുസിയെ, എടിജ് അനുഭവിച്ചോ? എൻ്റെ ഭർത്താവ് ഓളെടുത്തേക്ക് പോകുന്നുണ്ട്. രാത്രി പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അന്ന് ഇക്ക ഇൻവെർട്ടർ സെറ്റാക്കാൻ പോയില്ലേ, അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. അതെന്തിനാ? നമ്മൾ അത്രക്കും കുടുങ്ങിയ അവസ്ഥയിൽ ഒരാൾ വിളിക്കുമ്പോൾ പോകണ്ടേ? എൻ്റെ പെണ്ണെ, എന്ത് നീ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചത്? ശരിക്കും ഷമ്മാസിന് അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഇക്ക എന്നോട് പൊറുക്കണിക്ക, ഞാൻ എൻ്റെ ഇക്കയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. അതെ, ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് എൻ്റെ പൊന്നിക്കയാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു സത്യമായിട്ടും. കാരണം സൗദത്ത് എന്നോട് പറഞ്ഞ വാക്കുകൾ. സാരല്ല,
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പെണ്ണെന്നെ തെറ്റിദ്ധരിക്കരുത്. അതെ, സത്യമായിട്ടും ഞാനന്ന് പോയത് ശരി തന്നെയാണ്. അത് സൈലൻ്റ്, അതെനിക്ക് സത്യമായിട്ടും സൈലൻറ്റിൻ്റെ ശബ്ദവും എല്ലാം കൂടി കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, പിന്നെ ഇപ്പോൾ വരാം, ഉമ്മയോടൊന്നും പറയണ്ട, ഉമ്മാനെ ഉണർത്തണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ. സത്യമായിട്ടും ഞാനറിയാതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടോ, എന്നോട് ക്ഷമിക്കണം എൻ്റെ നുസി. സാറില്ല, തെറ്റിദ്ധാരണയൊക്കെ മനുഷ്യരെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ഈ ഷമ്മാസ് ഇതുവരെ അറിഞ്ഞുകൊണ്ടും ഒരു തെറ്റിനും ചെയ്തിട്ടില്ല പെണ്ണെ, സത്യമായിട്ടും. പിന്നെ സൗദത്ത അവരെ കൊണ്ടുപോകാൻ അവരെ നിർബന്ധിക്കുകയായിരുന്നു. പിന്നെ എന്ത് ചെയ്യും, ഒരു ജീവൻ രക്ഷപ്പെടുന്നതല്ലെന്ന് വിചാരിച്ചിട്ട് അവരെ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. കാരണം ഞാൻ അവരെ സ്പർശിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതെ, ആ ഒരു കുഞ്ഞിൻ്റെ ഉമ്മയല്ലേ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ എന്നുള്ള ചിന്തയായിരുന്നു പെണ്ണെ. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അതൊക്കെ എനിക്കറിയാം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സത്താറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാനാകെ തകർന്നു പോയിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്നായിപ്പോയിരുന്നു. സാരല്ല, നീ വിഷമിച്ചില്ലേ, സോറി. ഇനി ഞാൻ അങ്ങനെയൊന്നും വേണ്ട, പോകണം, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റൊന്നുമല്ല. അതെ, എൻ്റെ പോയിക്കോളൂ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എല്ലാവരെയും സഹായിക്കണം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നാളേക്ക് നമ്മളിവിടെ സമ്പാദിച്ച് കൂട്ടിയതും നമ്മളിവിടെ നേടിയെടുത്തതൊന്നും ഉണ്ടാവില്ല. ഒരാളെ ഹെൽപ്പ് ചെയ്താൽ, ഒരാൾക്ക് സഹായം ചെയ്താൽ അത് മാത്രമായിരിക്കും നാളേക്ക് നമുക്കുണ്ടാകുക. എൻ്റെ പോയിക്കോളൂ കേട്ടോ, അവരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നുസി, നിൻ്റെ മനസ്സ് ക്ലിയർ ആയല്ലോ, അത് മതി. സത്യം പറഞ്ഞാൽ ഞാനും ആകെ ടെൻഷനായിരുന്നു നിൻ്റെ ഒരു മൂഡ് ഓഫൊക്കെ കണ്ടിട്ട്. റബ്ബേ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയാണ് അന്ന് അങ്ങോട്ട് പോയത്, സത്താറിൻ്റെ വീട്ടിലേക്ക്. അവനും ഞാൻ ഒരുമിച്ചായിരുന്നു. അല്ലാതെ ഒരിക്കൽ പോലും ഞാനങ്ങനെ നട്ടപ്പതിലാക്കി ഒറ്റക്കൊരു വീട്ടിലേക്ക് കയറി ചെല്ലോ. നീ എന്തീ പറയുന്നത്? പലതും തെറ്റിദ്ധരിച്ചു, എന്നോട് ക്ഷമിക്കണം. ഏയ് സാരല്ല. ഷമ്മാസ് അവളെ നെഞ്ചോട് ചേർത്തു അവളുടെ നെറുകിൽ ചുംബിച്ചു. നുസി, എൻ്റെ പെണ്ണിനെ വിട്ട് ഒരു പെണ്ണും എനിക്ക് വേണ്ട. എനിക്ക് അള്ളാഹു നൽകിയ നിധിയാണ് നീ. അതിക്കും മേലെ ഒന്നും എനിക്ക് വേണ്ടടി. മരണം വരെ കൂടെ വേണം എൻ്റെ. ഞാൻ നിൻ്റെയും ഉണ്ടാകും. ഒരിക്കൽ പോലും ഞാൻ നിന്നെ ചതിക്കില്ല പെണ്ണേ. ശരിക്കും തന്നെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു സാന്ത്വന വാക്കുകൾ കേട്ടപ്പോൾ നുസൈബ കരഞ്ഞു പോയി. അല്ലാ, ഇത്ര നല്ലൊരാളെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്. റബ്ബേ, നീ എന്നോട് പൊറുക്ക്. എന്നാൽ ഷമ്മാസ്, അതെ, അവൻ്റെ മനസ്സിൽ അതായിരുന്നു, പലരെയും സഹായിക്കണം എന്നുള്ളത്. ജീവിതം കുറച്ചല്ലുള്ളൂ, ഇന്ന് കഴിഞ്ഞ് അതിനിടയിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്താൽ പടച്ച റബ്ബ് അത് സ്വീകരിക്കും. അല്ലാതെ നമ്മൾ സമ്പാദിച്ച് കൂട്ടിയതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നുസി ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഓടുന്നത്. അത് ആർക്കായാലും സൗദിയുടെ അനിയത്തിമാർക്കൊക്കെ അവർക്ക് അങ്ങനത്തെ അവസ്ഥയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കോയമ്പത്തൂരിലേക്ക് ഓടിയില്ലേ. സത്യം പറഞ്ഞാൽ അവരെൻ്റെ ആരും ആയിട്ടൊന്നല്ല, എങ്കിലും ഒരാൾ ബുദ്ധിമുട്ടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. ശരിക്കും ഷമ്മാസും കരഞ്ഞു പോയിരുന്നു. നുസൈബക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. എന്നോട് ക്ഷമിക്കണം, ഞാൻ സാരല്ല, അതൊക്കെ മറക്കാം. അള്ളാഹു നമുക്ക് 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, കണ്ടില്ലേ. എന്നാൽ നവാസിൻ്റെ ആ പൊന്നുമോൻ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഷമ്മാസിന് വല്ലാത്ത സങ്കടമായി. റബ്ബേ, ഉമ്മയും ഉപ്പയില്ലാത്ത അവസ്ഥയാണ് ഈ കുട്ടിക്ക്. ഉണ്ട്, പക്ഷേ അവർ ഉമ്മയാണെങ്കിൽ അങ്ങനെ, ഉപ്പയാണെങ്കിൽ ഇങ്ങനെയും. റബ്ബേ, ഈ പൊന്നുമോനെ എന്ത് തെറ്റ് ചെയ്തിട്ട് റബ്ബേ ഈ കുട്ടിക്ക് ഉമ്മയും ഉപ്പയില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ റബ്ബേ, ഞാൻ നോക്കും എൻ്റെ കുഞ്ഞിനെ പോലെ. നുസി, നമുക്ക് നോക്കണ്ടേ, നമുക്ക് വളർത്തണ്ടേ. സത്യമായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, എനിക്ക് സന്തോഷം. എൻ്റെ പൊന്നുമോൾക്ക് ഒരു കൂട്ടായി, ഒരു ആങ്ങളക്കുട്ടിയായിട്ട് ഞാൻ എപ്പോഴും കൂടെ നോക്കും. അതെ, നുസൈബയാണ് അവൻക്കിപ്പോഴും പാലൂട്ടി വളർത്തുന്നത്. യാതൊരു രീതിയിലുള്ള മടിയും അവൾക്കതിനില്ല. പൊന്നുമോൾ കരഞ്ഞാൽ പോലും അത് പൊന്നുമോനെ ആദ്യം എടുക്കും. കാരണം ഒരിക്കൽ പോലും മാറ്റം കാണിക്കാൻ പാടില്ലല്ലോ. തൻ്റെ കുഞ്ഞ് മറ്റുള്ളവരുടെ കുഞ്ഞ് എന്നുള്ള മാറ്റം കാണിക്കരുതല്ലോ എന്ന് കരുതി നുസൈബ അവളുടെ അമ്മിഞ്ഞപ്പാല് മോൻക്ക് കൊടുക്കും.
എന്നാൽ മോള് കുടിക്കുന്നതിലേറെ മോനാണ് കൂടുതൽ വലിച്ചു കുടിക്കുന്നത്. അല്ലെങ്കിലും ആൺകുട്ടികൾ അങ്ങനെയായിരിക്കും എന്നും നുസൈബ കരുതി. പാൽ കുടിക്കുമ്പോൾ അവളുടെ തലയിലൂടെ അവളുടെ മനോഹരമായ കൈകൾ കൊണ്ട് തഴുകും. അതെ, ഒരു ഉമ്മയുടെ സ്നേഹം മുഴുവനായിട്ടും നമ്മുടെ നുസൈബ കൊടുക്കുന്നു. എന്നാൽ ഈ സമയം ഷമ്മാസ് ചോദിച്ചു, നുസി, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ പെണ്ണെ? ഇക്ക, എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് 2 മക്കളെ അള്ളാഹു നൽകി എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അതെ, നമ്മുടെ ഇരട്ട കുട്ടികളെ പോലെ തന്നെയല്ലേ. അല്ലാതിപ്പോൾ ഇതിലെന്താ ഇത്ര വലിയ വ്യത്യാസം? സത്യമായിട്ടും എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. കുട്ടിയുടെ ഉമ്മാക്ക് പെട്ടെന്ന് ഷിഫ അള്ളാഹു നൽകട്ടെ, അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവളുടെ മനസ്സ് ഏതൊരു ഉമ്മാക്കും സഹിക്കില്ല സ്വന്തം പൊന്നുമോനെ ഇട്ടിട്ട് കഴിയുന്നത്. അതെ, മക്കളെന്ന് വെച്ചാൽ ജീവനായിരിക്കും. അള്ളാഹുവേ, സൗദത്തൊക്കെ പെട്ടെന്ന് നീ ഷിഫ നൽകു റഹ്മാനെ. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, നുസി, അത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, സ്നേഹിക്കാത്തവരുണ്ട്. എല്ലാവരും ഒരുപോലെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല നുസി, സ്നേഹമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. അതൊക്കെ അള്ളാഹു ഓരോരുത്തർക്ക് ഓരോ സ്നേഹം ഇട്ട് കൊടുക്കുന്നതാണ്. എന്തൊക്കെ തന്നെയും പടച്ച റബ്ബ് മക്കൾക്കൊക്കെ ഉമ്മമാരെ നൽകട്ടെ. അവർക്ക് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കട്ടെ. എന്നാൽ നുസൈബ പെട്ടെന്ന് പറഞ്ഞു, ഇക്ക, പൊന്നു മോനെ ഞാൻ നോക്കും, എൻ്റെ സ്വന്തം മോനെ പോലെ. അതിനുവേണ്ടി ഞാൻ എത്ര ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. നുസി, അള്ളാഹുണ്ടാവും നമ്മുടെ കൂടെ. നമ്മൾ പടച്ച റബ്ബിനോട് എല്ലാം അങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമുക്ക് ഹെൽപ്പിനായി വരും, അതുറപ്പാണ്. എന്തായാലും സൗദത്തിയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കട്ടെ. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ സൗദ എങ്ങനെയെങ്കിലും പുറത്ത് ചാടുവാൻ വേണ്ടി നോക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് പറയുന്നു, അതെ, നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കണം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെവിടെ? അങ്ങനെ അതാ നേരെ സൗദിയുടെ ഉമ്മയെ വിളിച്ചു. എന്നാൽ സൗദിയുടെ ഉമ്മ അവളെ തീരെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെന്താ പേഷ്യൻറ്റിന് മെഡിസിൻ ഒന്നും എടുത്തു കൊടുക്കാത്തത്? ഫുഡൊന്നും കൊടുക്കുന്നില്ലല്ലോ. കൂട്ടിരിപ്പുകാരാകുമ്പോഴേ ഒരാൾ, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഹോസ്പിറ്റലിൽ നോക്കണം. അങ്ങനെ ആകുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നോക്കും. എന്താ നിങ്ങൾ കൂടെ വന്നിട്ട് തീരെ പേഷ്യൻറ്റിനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ? ഓളോ മൈൻഡ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഓളുടെ തലയിൽ കയറാണ്. അതൊക്കെ ശരിയായിക്കോളും, നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യൂ. എന്നാൽ ഈ സമയം സൗദിയുടെ ഉപ്പ അതെ തൻ്റെ മകളുടെ കാര്യം ആലോചിച്ച് ദുഃഖിക്കുകയായിരുന്നു. എൻ്റെ മോള് എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എനിക്കറിയുന്നില്ല. ഓൾക്ക് വയറുവേദനയൊക്കെ ഉണ്ട്, ശരിയായിരിക്കും. പക്ഷെ ഇപ്പോൾ വല്ലാതെ വിഷമമായിപ്പോയി. ഇക്ക, നിങ്ങൾ വിഷമിക്കല്ലേ, നമുക്ക് പോയി നോക്കാം. അതെ, സൗദിയുടെ എളാമ അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോളെ, എൻ്റെ മോളെ എവിടെയെന്നാവോ? അതെ, ഓൾക്ക് നല്ല സുഖം സൗകര്യവും പുത്തൻവീട് തറവാട്ടിൽ നിന്ന് കിട്ടിയിരുന്നു. എന്താ ചെയ്യുക, ഓളെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും പഠിച്ചോൻ കാക്കട്ടെ, നമുക്കൊന്ന് പോയി നോക്കിയിരുന്നു അല്ലേ? ആയിക്കോട്ടെ, നിങ്ങൾ ഷാമോനൊന്ന് വിളിച്ചിട്ട് ചോദിച്ചു നോക്കി കാര്യങ്ങൾ. അപ്പോൾ തന്നെ അതാ ഉപ്പ ഷമ്മാസിനെ വിളിക്കുന്നു. മോനെ, ഷാമോനെ. ആ ഉപ്പ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, എൻ്റെ മോളുടെ കാര്യം, ഓൾക്ക് എന്തിൻ്റെ കേടാ? നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നല്ലോ നിങ്ങൾ ഓൾക്ക് കൊടുത്തത്. പക്ഷേ അതൊക്കെ ഓളായിട്ട് നഷ്ടപ്പെടുത്തി അല്ലേ? ഉപ്പ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, അസുഖമൊക്കെ മാറുമ്പോൾ തിരിച്ചു വന്നോളൂ. മോനെ, ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കൊന്ന് പോകായിരുന്നു. ഉപ്പ, നിങ്ങൾ എങ്ങോട്ടെന്ന് കരുതിയിട്ട് പോകുന്നത്? എന്നാൽ നമുക്ക് ഒന്ന് പോയി നോക്കാം. മോനെ, എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ഓൾക്ക് കുറച്ച് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനായിരുന്നു. ഈ സമയത്ത് പോകണമെന്നില്ല ഉപ്പ, കാരണം അവിടെ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയുണ്ട്. അല്ലാ, കുഞ്ഞിക്കതിയോ പഠിച്ചോൻ, എനിക്ക് പേടിയാണ്. ആ പമ്പറന്നോളെ എനിക്ക് പേടിയാണ്. ഓളെന്നെ വെച്ചേക്കൂല, എനിക്ക് മനസ്സമാധാനം തരാത്തതാണ് അവൾ. ഓളെ കാണാൻ എനിക്ക് കഴിയൂല. അതെ ഉപ്പ, തൽക്കാലം നിങ്ങൾ പോകണ്ട, ഉമ്മയും മോളുമാണ് അവിടെ ഉള്ളത്. അതെ, ആ ഉമ്മ പോന്നിട്ടൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ. മോനെ, എന്തായാലും വേണ്ടില്ല, എനിക്കൊന്ന് കാണണം. എൻ്റെ കുട്ടി എന്തൊരു അപരാധങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഓൾക്ക് നല്ല മട്ടത്തിന് അവിടെ നിന്നൂടേനോ? നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എത്ര സുഖമായിരുന്നു. നിങ്ങൾ പുത്തൻവീട് തറവാട്ടുകാർ എല്ലാ സുഖവും സൗകര്യങ്ങളും അവർക്ക് നൽകി. പക്ഷേ ഓൾക്കൊക്കെ കൊടുക്കണതനുസരിച്ച് അഹങ്കാരം കൂടുകയാണ്. എൻ്റെ മോൾക്ക് എന്ത് നല്ല മോളായിരുന്നു, എന്ത് ഇതെന്നാവോ സ്വഭാവം, എനിക്കറിയുന്നില്ല. ഇനി ചിലപ്പോൾ തള്ളാറ് സ്വഭാവം മക്കൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്.
അത് തന്നെ ആയിരിക്കും, അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാം. എന്നാൽ ഈ സമയം അതാ ശരിക്കും സൗദിയുടെ സ്വന്തം വീട്ടിൽ, അതായത് ഹസീനയുടെ അടുത്ത് ആ മക്കളുണ്ട്. എന്നാൽ ഹസീന ആ മക്കളെ കൂടുതൽ തല്ലുകയും കൂടുതൽ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉമ്മ അങ്ങോട്ട് വരട്ടെ കേട്ടോ, കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഓരോന്നും ഇവിടെ കാട്ടിക്കൂട്ട് ഞാൻ നന്നാക്കുക, എന്നെ കൊണ്ട് കഴിയൂല. പിന്നെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ പിന്നാലെ നിങ്ങൾ വരാൻ നിൽക്കണ്ട. നിങ്ങളൊരു റൂമിൽ ഞാൻ കിടക്കുന്നുണ്ട്, അവിടെ രണ്ടുപേരും കിടന്നാൽ മതി. താത്ത ഞങ്ങൾക്ക് പേടിയായിട്ടാണ് താത്ത, ഞങ്ങൾക്ക് ഉമ്മയൊന്നും ഇല്ലാതെ പേടിയാണ് ഈ വലിയ വീട്ടിൽ. എന്തിനു പേടി? എൻ്റെ റൂമിലേക്ക് വരാൻ നിൽക്കണ്ട താത്ത. ഒറ്റക്കല്ലേ ഞാൻ, ഒറ്റക്കൊന്നല്ല, എനിക്ക് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ശരിക്കും ഹസീന സ്വന്തം അനിയത്തിമാരെ പോലും അവൾ കൂടെ കെടുത്തുന്നില്ല. അവർക്ക് പേടിയായിട്ട് കരയുകയാണ്. എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയാലോ? ഹസീന ആ മക്കളെ അത്രക്കും ബുദ്ധിമുട്ടിക്കുകയാണ്. എന്താ ചെയ്യുക നമ്മൾ? അങ്ങനെയതാ പിറ്റേ ദിവസം അവർ നേരെയതാ റജിനത്തയുടെ വീട്ടിലേക്ക് പോകുന്നു. ഹസീന കാണാതെ. റജിനത്ത, ആ ഇതാരെ മക്കളോ? മക്കളെ, നിങ്ങളുടെ ഉമ്മ ഹോസ്പിറ്റലിലാണല്ലേ? റജിനത്ത, ഞങ്ങൾക്ക് പേടിയാണ് അവിടെ നിൽക്കാൻ. ഞങ്ങൾ ഇത്താത്ത ഒരു റൂമിന് മുകളിൽ പോയിരിക്കും, ഞങ്ങൾ താഴെ കിടക്കും. ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ ഉമ്മയുമില്ല ഉപ്പയുമില്ല. ഞങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്കൊന്ന് ആക്കിത്തരുമോ ഞങ്ങളെ? ശരിക്കും റജനത്ത് ഞെട്ടിപ്പോയി. പഠിച്ചോനെ മക്കളെ, ഞാനായിട്ട് ആക്കി തന്ന പറയേണ്ടി വരൂല. നിങ്ങളുടെ ഉമ്മാൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമല്ലേ? നിങ്ങളുടെ ഉമ്മ എത്രമാത്രം ഞങ്ങളൊക്കെ ചീത്ത പറയും അറിയണമല്ലേ? അതുകൊണ്ട് പൊന്നു മോളെ, ഞങ്ങൾക്കതിന് പറ്റൂലല്ലോ. വരി, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം. അങ്ങനെ അത് റജിനത്ത നേരെ ഹസീനയുടെ അടുത്തേക്ക് പോകുന്നു. ആ വലിയ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അതാ റജിനത്ത അങ്ങോട്ട് കയറി. ഹസീന തുറച്ചു നോക്കുന്നുണ്ട്, ആരപ്പം ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഹസീന പറയുന്നു, ആരും ഇത് അന്യരൊന്നും കയറ്റി വിടരുതെന്നാണ് ഉമ്മാൻ്റെ ഓർഡർ. ആരപ്പം അത്? എന്നാൽ ആ മക്കള് അത് റജിനത്തെയും കൊണ്ട് വരികയായിരുന്നു. എന്നാൽ റജിനത്തെ കണ്ട പാടെ തന്നെ ഹസീന ചോദിച്ചു, അല്ല ഇങ്ങളെടുക്കാ ഇങ്ങോട്ട്? അത് ഈ മക്കള് പറഞ്ഞ കാര്യമൊന്ന്. എന്താ മക്കള് പറഞ്ഞത്? അതെ, നിങ്ങളൊന്ന് അകത്ത് കയറുന്ന ഉമ്മാക്ക് ഇഷ്ടമില്ല കേട്ടോ. കാരണം നിങ്ങളൊക്കെ കുറേ കാലം ഞങ്ങളെ ഭരിച്ചതല്ലേ, ഇനി ഞങ്ങളൊന്ന് സുഖിക്കട്ടെ. അതെ, നിങ്ങളൊക്കെ പുറത്തേക്ക് പോയിക്കോളി, അകത്തേക്ക് കയറണ്ട. ശരിക്കും ഹസീനയുടെ വാക്കുകൾ കേട്ടപ്പോഴേ റജിനത്ത് ശരിക്കും ഞെട്ടി. റബ്ബേ, ഇത്രമാത്രം അഹങ്കാരോ? ഹസീന, ഞാൻ ഒന്നിനും വന്നല്ലടി. ഈ മക്കൾ വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ് ഉമ്മ വരുവോളം, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്, ഞങ്ങൾ ഇത്താത്ത മുകളിലത്തെ റൂമിലേക്ക് പോകും, പിന്നെ ഞങ്ങൾ താഴെ കിടന്നാൽ മതി എന്ന് പറയും, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് കരഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഉറങ്ങാറില്ല എന്ന് പറഞ്ഞു. ഹസീന, എൻ്റെ അനിയത്തിമാരല്ലത്? എൻ്റെ അനിയത്തിമാരെ ഈ നോക്കണ്ടേ? നിങ്ങളെ ഉമ്മ ഇല്ലാത്ത സ്ഥിതിക്കൊക്കെ നിങ്ങൾ ഉപ്പാണെങ്കിൽ നിങ്ങൾ വേറിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഉപ്പാൻ്റെ അടുത്തെങ്കിലും ആക്കി തരുമെന്ന് ചോദിച്ചാണ് മക്കൾ വന്നത്. ഓ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ എന്താ വേണ്ടത്? ഉപ്പാൻ്റെ വീട്ടിൽ കൈ കൊടുക്കാൻ നിൽക്കുക, ആക്കി കൊടുത്തോളി, എനിക്ക് നോ പ്രോബ്ലം, ഒരു പ്രശ്നവും. ഓ, എന്നാൽ പിന്നെ എനിക്ക് സമാധാനമായി. ഈ മക്കൾ എൻ്റെ പിന്നാലെ എങ്ങനെ നടക്കുക, എനിക്കൊരു സുഖവും സമാധാനം തരുന്നില്ല. ഹസീന, ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിയ വീട്ടിൽ നിൽക്കുമോ? അതിനിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണമെന്നില്ലല്ലോ, എനിക്കാണോ ഫ്രണ്ട്സ് ഇഷ്ടം പോലെയുണ്ട്, ആര് വിളിച്ചാലും അവർ കൂട്ടിന് വരും, എനിക്ക് ഒരു പേടിയില്ല. മക്കളെ എവിടെ വെച്ചാൽ കൊണ്ടായി കൊടുത്തോളി, ഒരു കുഴപ്പമില്ല. ഹസീനയുടെ വാക്ക് കേട്ടപ്പോൾ ശരിക്കും റജിനത്താക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വന്നു. റബ്ബേ, ഈ പെണ്ണെന്ത് എങ്ങനെയൊക്കെ പറയുന്നത്? ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുക എന്നൊക്കെ വെച്ചാൽ തന്നെ വലിയ പേടിയുള്ള കാര്യം തന്നെയല്ലേ? എനിക്ക് മക്കളുണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ മുകളിലേക്ക് പോകാനൊക്കെ ഒരു പേടിയാണ്. പക്ഷേ ഈ പെണ്ണെന്തത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം മക്കള്. എന്നാൽ അവർ പറയുന്നു, എന്താ നിങ്ങൾ ഞങ്ങളുപ്പാൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കണേ കൊണ്ടേ കൊടുത്തോളി, നല്ല വീടും കാര്യങ്ങളൊക്കെ അവിടുന്ന് പുത്തൻ വീട് തറവാട്ടുകാർ എടുത്തു കൊടുത്തിക്കണല്ലോ, അവിടെ പോയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഹസീന, പഠിച്ചോനെ മറന്ന് നമ്മൾ എൻ്റെ പൊന്നാരത്താത്ത നിങ്ങളൊന്ന് പോയി തരുമോ? ഇടയ്ക്കിടയ്ക്ക് ഇത് പഠിച്ചോനെ മറന്ന് ഇങ്ങനെ പറയാൻ നിൽക്കണ്ട, പുട്ടിന് തേങ്ങട്ട് പോലെ. ഞാൻ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ നിങ്ങൾക്ക്? എന്നാൽ ശരിക്കും അവളിൽ നല്ല അഹങ്കാരം നിറഞ്ഞിരുന്നു. കാരണം ക്യാഷ് കൊണ്ട് നല്ല കളി അവൾ കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഫ്രണ്ട്സുകൾ വരും, അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, പൊട്ടിച്ചിരിക്കും, കളിക്കും. അതെ, ഉമ്മ കൂടി പോയതോടുകൂടി അവരുടെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം. നവാസ് ഉണ്ടാക്കിയ ആ ഒരു വീട്ടിൽ ഇപ്പോൾ രാജകുമാരിയായി കഴിയുകയാണ് ഹസീന. എന്നാൽ തൻ്റെ അനിയത്തിമാരെ കൂടെ അവിടുന്ന് പുറത്താക്കിയാൽ അവൾക്ക് ഒന്നുകൂടി എൻജോയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് റജിനത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതായിരുന്നു അവൾ വിചാരിച്ചത്.
എന്നാൽ ഈ സമയം അതാ ഹസീനയുടെ ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു. ഹസീന, ആ എന്താ ഉമ്മ? ചിലപ്പോൾ ഞാൻ നാളെ മറ്റന്നാളോട് പോരും. അതെന്തേ? താത്താൻ്റെ അസുഖം മാറുവോളം അങ്ങനെ അവിടെ നിന്നോളി. അല്ലെങ്കിലും താത്താൻ്റെ അസുഖം മാറുമോ എനിക്കറിയില്ല. ഓൾക്കൊക്കെ എന്ത് പിരാന്താണാവോ. അതെ, അവിടെ നിന്നോളി. നിങ്ങളിതിനെ പേടിക്കണത്? അല്ല, ഇജും കുട്ടികളും അവിടെ ഒറ്റക്കാർ. എനിക്ക് പേടി തോന്നില്ല. എന്ത് പേടി? ഒരു പേടിയില്ല. എനിക്കൊരു പേടിയില്ല. സമാധാനം നിങ്ങൾ ഉണ്ടായിട്ട്. നിങ്ങളിപ്പോഴൊന്നും വരണ്ട. താത്താൻ്റെ അസുഖമൊക്കെ മാറട്ടെ. ഇനി താക്കം പോലെ വന്നാൽ മതി. എന്തിനാടി എനിക്ക്? എന്തിനുള്ള പുറപ്പാടാ ഇന്നെ ഇവിടെ നിർത്തിക്കാണ്ട്? ഒന്നിനുള്ള പുറപ്പാടല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി നിൽക്കണ്ട. മക്കളെവിടെ? മക്കളെ ഞാനേ നമ്മളെ ബാപ്പാൻ്റെ അടുത്ത് പറഞ്ഞേക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. അസീന, തൊള്ളടക്കിക്കോ. എന്തിന്? ആ തന്തൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കണ്ട. തന്തക്ക് പെണ്ണുങ്ങളും കുട്ടികളും വേറെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നാരമ്മങ്ങളെ വാശിയും വൈരയേക്കുന്ന വിടി. ബാപ്പാക്ക് ഇപ്പോൾ അവിടെ നല്ല സുഖമാണ്. നല്ല സുഖം, സമാധാനം, നല്ല വീടും. മക്കളിന് കുറച്ച് അവിടെ പോയിക്കോട്ടെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അസീന, ഇജ്ജ് വേണ്ടാത്തിന് നിൽക്കണ്ട. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. എന്നെ കൊണ്ട് കഴിയൂല മക്കളെ നോക്കാൻ. എടി, എൻ്റെ അനിയത്തിമാരല്ലേടി അത്. എൻ്റെ അനിയത്തിമാരാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒരു നോ പ്രോബ്ലം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ കിട്ടും. അവരെ ഞാൻ ബാപ്പാൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. എൻ്റെ പൊന്നാര അസീന, ഇജ്ജ് വേണ്ടാത്തിന് നിൽക്കണ്ട. ആ കുട്ടികൾ അവിടെ നിന്നോട്ടെ. എൻ്റെ പൊന്നാരുമ്മ, എനിക്ക് നോക്കാൻ കഴിയൂല. അവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു സുന്ദരിയായ ഒരു ഉമ്മ ഉണ്ടല്ലോ. എടി, ഇതിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങൾ എത്ര പുലമ്പിയിട്ടും കാര്യമില്ല. ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞേക്കും, ഉറപ്പാണ്. ആ മക്കൾ ഭയത്തോടെ അത് നോക്കി നിന്നു. എന്താണ് നോക്കി നിൽക്കണത്? ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നോണ്ടിട്ടാ. ഇത്താത്ത, ഞങ്ങൾക്ക് പേടിയാണ്. ഇത്താത്ത ഞങ്ങളെ കൂടെ കിടക്കുമോ? നിങ്ങളെ കൂടെ കിടക്കാൻ പറ്റിയൊരു ടീമും എന്താ നിങ്ങളീ പറയണത്? എനിക്കൊരു സ്വസ്ഥതയും സമാധാനം നിങ്ങൾ തരൂല. അതന്നെ ഞാൻ പറഞ്ഞ ഇവിടുന്ന് പൊയ്ക്കോളി എന്നുള്ളത്. പൊയ്ക്കോളി, രജനത്താൻ്റെ വീട്ടിൽ തന്നെ പൊയ്ക്കോളി. അവിടെ പോയിട്ട് ആക്കി തരാൻ പറയാം അങ്ങോട്ട്. ഞങ്ങൾക്ക് പേടിയാണ്. അതന്നെ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട. അല്ലെങ്കിൽ അവിടെ താഴെ ഒറ്റക്ക് ഇന്നലത്തെ പോലെ തന്നെ കിടക്കേണ്ടി വരും. പറഞ്ഞിരുന്ന് വേണ്ട. എനിക്കൊരു പേടിയില്ല. നിങ്ങൾ പോയിക്കോളി. അങ്ങനെ അതാ ആ മക്കളാകെ പേടിക്കുന്നു. നേരെ റജിനത്തിയുടെ വീട്ടിലേക്ക് വീണ്ടും ചെന്നു. ഇത്താത്ത, ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് ആക്കി തരുമോ? പൊന്നു മക്കളെ, അപ്പോൾ നിങ്ങൾ ഇത്താത്ത അവിടെ ഒറ്റക്കാവൂലേ? ഇല്ല, ഇത്താത്ത ഞങ്ങളോട് പോകാൻ പറഞ്ഞതാണ്. എന്നാൽ നേരെ അതാ ഹസീനക്ക് വിളിച്ചു ചോദിക്കുന്നു. എന്താ ഹസീന ഈ മക്കൾ പറയണത്? ഒന്നുമില്ല താത്ത, ഞാൻ പറഞ്ഞു എന്നെ കൂടെ നോക്കാൻ കഴിയില്ല. ഓല അതിൽ നിന്ന് തെണ്ടി എടുക്കണം. എവിടെയെങ്കിലും കാണാനില്ലാതായാലേ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ കുട്ടികളെ നോക്കാം, എന്നെ കൊണ്ട് കഴിയൂല. എനിക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓലെ നോക്കിക്കൊണ്ടിരിക്കലല്ല എൻ്റെ പണി. അതെ, കുട്ടികളെ ബാപ്പാനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ഉപ്പാനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓലെ വീട്ടിൽ കണ്ടായി കൊടുക്കുന്ന മക്കളവിടെ കഴിഞ്ഞോളും. അങ്ങനെ അതാ നേരെ അതാ റജിനത്ത ഐഷുമ്മാക്ക് വിളിക്കുന്നു. ഹലോ, ആ റജിയെ, എന്തൊക്കെയാടി വർത്താനം? അൽഹംദുലില്ലാ, സുഖാണ്. എങ്ങനെയുണ്ട്? എന്താ സൗദൻ്റെ മട്ടെന്താ? അതൊന്നും അറിയില്ല എൻ്റെ പൊന്നാര മോളെ. ഏതൊക്കെയെന്നാവോ എനിക്ക് തോന്നുന്നു. ഓലെന്നെ അങ്ങനെ വരുത്തി വെച്ച വീണാണിത്. കാരണം ഇപ്പോൾ അതിനും വലിയൊരു പെടലിൽ അവൾ പെട്ടുപോയി. ഇനിയിപ്പോൾ ഓല് പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ചെയ്യൂല. അവൾക്കൊരു കണക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വിടുകയുള്ളൂ. അതിനിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുക? എൻ്റെ താത്ത, പിന്നെ ആ സൗദൻ്റെ അനിയത്തിമാർ, ആ ചെറിയ 2 കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ, അറ്റങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞു. താത്ത, ഞങ്ങൾക്ക് പേടിയാണ് അവിടെ കിടക്കാൻ. ഞങ്ങൾ എത്താത്ത മേലെ കിടക്കില്ല, ഞങ്ങൾ താഴത്തേക്ക് കിടക്കില്ല, ഞങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ സഹായിക്കും, ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് എത്തിച്ചു തരുമോ ചോദിച്ച് കണ്ട് വിളിച്ചിരുന്നു. എന്ത് റജിയെ? ആ മക്കളോ? അത് ശരി. ഏതായാലും ഞാൻ ഷാമോനെ കണ്ട് പറഞ്ഞേക്കാം കേട്ടോ. എന്നിട്ട് ഓലപ്പാനും കൂട്ടിക്കാണ്ട് ഒന്നങ്ങോട്ട് വരെ ഞങ്ങളെ പെരയിക്ക്. കാരണം മറ്റോടത്ത് കിടക്കാൻ പറ്റൂലല്ലോ. എൻ്റെ റബ്ബേ, പാവം ആ കുട്ടികളെ, ആ പെമ്പറന്നോളൊക്കെ ആ ഒരു കുഞ്ഞിക്കതിയെ പിടിച്ച് വലിച്ച് അവിടെ നിന്ന് ഇട്ട് എങ്ങല്ലേ, വല്ലാത്തൊരു ഇടങ്ങാറ്. എന്തൊക്കെ തന്നെയാലും ഷാമോനോട് ഞാൻ കാര്യം പറയട്ടെ. അപ്പോൾ തന്നെ ഷമ്മാസിനോട് കാര്യങ്ങൾ പറയുന്നു. മോനെ, എടാ, ആ സൗദൻ്റെ അനിയത്തി കുട്ടികൾ ഓലാകെ ഇടങ്ങാറായി. റജിനത്താൻ്റെ വീട്ടിലേക്ക് വന്നിന് പറഞ്ഞു. അപ്പോൾ ഇജ്ജ് നിളാമാൻ്റെ കൂടെ പോയിക്കാണ്ടേ ആ മക്കളെ കൂട്ടി കൊടുന്നുകാണ്ട് ഓലെ വീട്ടിൽ കൊന്നാക്കി കൊടുത്തോളൂ. ഉപ്പാൻ്റെ അടുത്തേക്ക്. കുഞ്ഞിക്കതിയെ കണ്ടാലും അതിളകും, അത് ഉറപ്പാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കൾ അത്രയും കരഞ്ഞ് 2ാമത്തെ പ്രാവശ്യമാണല്ലോ വരുന്നത്. ഉമ്മ, ആണോ? പാവം റബ്ബേ, ഇതിലൊക്കെ കഷ്ടപ്പെടുന്ന മക്കളാണ്. ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുകയാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്വഭാവമൊന്നും അല്ലെങ്കിൽ ഈ മക്കളാണ്, ഈ പാവപ്പെട്ട മക്കളാണ് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ആകെ ഇടങ്ങാറാകുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് അതാ
എളാമയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ സൗദയുടെ ആ ഒരു കൊച്ചനിയത്തിമാരെ കണ്ടപ്പോൾ പാവം തോന്നി. മക്കൾക്ക് ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകണോ? ഇക്കക്ക അതെ പോകണം. ഞങ്ങളെ ഹസീനത്ത ചീത്ത പറയാണ്. പിന്നെ ഞങ്ങൾ കൂടെ കെടുത്തില്ല. ഞങ്ങൾക്ക് പേടിയാണ് രാത്രിയാകുന്നത്. ആ മക്കളെ, എന്നാലേ ഞാൻ കൊണ്ടാക്കി തരാം. അങ്ങനെ അതാ ഷമ്മാസ് അവരോട് വാഹനത്തിൽ കയറുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നേരെ സൗദയുടെ ഉപ്പയുടെ വീട്ടിലേക്ക്. പഠിച്ചോനെ, ഈ മക്കളും കൂടി ചെന്ന് കഴിഞ്ഞാൽ ഇനി അവർക്ക് ബുദ്ധിമുട്ടാവോ എന്ന് കരുതിയിട്ട് ഷമ്മാസ് കുറച്ചധികം സാധനങ്ങളുമെല്ലാം വാങ്ങിക്കൊണ്ടുപോയിരുന്നു. ആ കൂട്ടത്തിൽ നേരെ അതാ സൗദിയുടെ ഉപ്പയുടെ വീട്ടിലേക്ക് അവരെത്തുന്നു. അവിടെ ഹഫ്സ ഉണ്ടായിരുന്നു. ഷമ്മാസ് വാതിൽ മുട്ടി. ഇത്താ. ആ അല്ല പഠിച്ചോനെ, ആരാ ഇത്? എൻ്റെ പൊന്നിത്ത, ഇത് ഇക്കയുടെ മക്കൾ തന്നെയാണ്. അതെ, സൗദിയുടെ ഉപ്പയുടെ മക്കൾ. പെട്ടെന്നാണ് ഉപ്പ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നത്. അല്ലാ, എൻ്റെ കുട്ടികളോ? ഷാമോനെ, അതെ, എൻ്റെ മക്കളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അതെ, ആ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. അത് കണ്ടപ്പോൾ അതാ ഹഫ്സയുടെ മുഖവും വല്ലാതായി. സാരല്ല മക്കളെ, വരി ഇങ്ങോട്ട്. അതെ, ഓള് ഹോസ്പിറ്റലിലുമാണ്. പിന്നെ എൻ്റെ മറ്റോളുണ്ട്. ഉപ്പ ഞങ്ങൾക്ക് പേടിയാണുപ്പ, ഞങ്ങൾ അങ്ങോട്ട് പോണില്ലപ്പ, ഞങ്ങൾക്ക് പേടിയാണുപ്പ. ആ മക്കളെ അതാ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ ആ പിതാവ് മക്കളെ പിടിച്ചുകൊണ്ട് പറയുന്നു, മക്കൾ പേടിക്കണ്ട, മക്കൾ ഇവിടെ നിന്നോളിട്ടോ. ഏതായാലും എൻ്റെ പൊന്നു മക്കളൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ. എൻ്റെ മക്കളെ ഒന്ന് കാണാൻ പോലും ഓള് സമ്മതിച്ചിട്ടില്ലായിരുന്നു. ആ പിതാവ് സങ്കടത്തോടെ അതാ ആ മക്കളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ഹഫ്സയുടെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മക്കളെ, ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരട്ടെ. അതെ, അവർക്ക് വിശന്നിരുന്നു വല്ലാതെ. റജിനത്തെ എന്തോ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഹസീന അനിയത്തിമാർ എങ്ങനെയെങ്കിലും അവിടുന്ന് ശല്യം ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ചിന്താഗതിയിലായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ അനിയത്തിമാർ പോയപ്പോൾ ഹസീനക്ക് വല്ലാത്ത സന്തോഷമായി. ഹസീന അപ്പോൾ തന്നെ തൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വിളിക്കുന്നു. എടാ, എല്ലാം പോയി, പിന്നെ നമുക്കിന്നിവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും അവളുടെ ഫ്രണ്ട്സുകളെയെല്ലാം വിളിച്ചു വരുത്തുകയാണ് ആ വലിയ വീട്ടിലേക്ക്. എന്നാൽ ഈ സമയം ഹഫ്സ ആ പൊന്നു മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അത് തൻ്റെ മക്കൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മക്കളെ, ഇത് നമ്മുടെ ഉപ്പയുടെ മക്കൾ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അനിയത്തിമാരും ഏട്ടത്തിമാരൊക്കെ തന്നെയാണ് കേട്ടോ. സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ അവരുടെ ആ ഒരു കളിച്ചിരികൾ കണ്ട് ഹഫ്സ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ റബ്ബെ, ഒരുപാട് സന്തോഷമാണ് മക്കളുണ്ടാകുമ്പോൾ. റഹ്മാനെ, നല്ല സ്വഭാവമുള്ള നല്ല മക്കളാവുമ്പോൾ വല്ലാത്ത റാഹത്താണ് അത് കാണാൻ. റഹ്മാനെ, ഈ മക്കളെ നല്ല രീതിയിൽ നീ ആക്കണേ അല്ലാ. സ്നേഹത്തോടെ അതാ ഹഫ്സ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വളരെയധികം സന്തോഷത്തോടെ അവരത് കഴിച്ചു. ഉപ്പ, ഞങ്ങൾ ഇനി മറ്റേ വീട്ടിലേക്ക് പോകുന്നില്ല. ഉപ്പ, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് അവിടെ ഇഷ്ടമല്ല. അതെ, മക്കളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പൊന്നു മക്കളെ, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുട്ടികളൊപ്പം ജീവിക്കാൻ. പക്ഷെ സമ്മതിക്കില്ലല്ലോ നിങ്ങളുമ്മ സമ്മതിക്കില്ലല്ലോ ഒരിക്കലും. എൻ്റെ അടുത്തേക്ക് വരരുത്, എന്നെ കാണരുത് എന്നൊക്കെയല്ലേ നിങ്ങളുടെ ഉമ്മയുടെ നിർദ്ദേശങ്ങൾ. അതിനനുസരിച്ച് എൻ്റെ പൊന്നു മക്കളെ കാണാൻ എനിക്ക് പറ്റിയില്ല. എങ്കിലും ഇപ്പോൾ കണ്ടല്ലോ, വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാ. ആ പിതാവ് മക്കളെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഹഫ്സ അതെല്ലാം കണ്ട് സന്തോഷിച്ചു. റബ്ബേ, നല്ല സന്തോഷകരമായ ജീവിതം, അതെത്ര മനോഹരമാണ് റബ്ബേ. പ്രശ്നങ്ങളും കലഹങ്ങളും ഇല്ലാത്ത ജീവിതം, അത് നല്ലതാണ്. പക്ഷേ കുഞ്ഞിക്കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഹഫ്സക്ക് ഭയമാണ്. കാരണം അവരൊന്നിനും മടിക്കാത്തതാണ്. പൊന്നു മക്കളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനും മടിക്കില്ല. അവൾ ആ കാര്യം ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. റബ്ബേ, അവർക്ക് നല്ല മനസ്സ് കൊടുക്കണം റഹ്മാനെ. നല്ല രീതിയിൽ ആ മക്കളോട് കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാണ് റഹ്മാനെ. മക്കളെ ഉപദ്രവിക്കരുതേ അല്ലാ. ശരിക്കും ഹഫ്സ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മക്കൾക്കാണെങ്കിൽ ഹഫ്സയെ കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റൽ ഡിസ്ചാർജിൻ്റെ കാര്യം ചോദിക്കുകയാണ് സൗദിയുടെ ഉമ്മ. ഡിസ്ചാർജ് ചെയ്യാനായോ? അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പോവേനോ, അല്ലാതെ ഇവിടെ കഴിയൂല. ഈ ഒരു സുഖമില്ലാത്ത ആളുകളുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ കഴിയൂല. അല്ലെങ്കിൽ പിന്നെ വേറൊരാൾ അവിടെ നിർത്തണം. എനിക്ക് കഴിയൂല. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് തരി. ശരിക്കും അത് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മേഡം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, പേഷ്യൻറ്റിൻ്റെ നില അനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ. അല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണെങ്കിൽ പിന്നെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ.
ശരിക്കും കുഞ്ഞിക്കതിയോട് അങ്ങനെയാണ് സിസ്റ്റർ പറഞ്ഞത്. എന്തായാലും വേണ്ടിയില്ല, നാളെ വീട്ടിലേക്ക് പോകണം, ഇനി കഴിയൂല ഇവിടെ നിൽക്കാൻ. എന്ത് കരുതിയിട്ട്? ഓൾക്കൊന്നുമില്ല, ഓൾ അഭിനയിക്കണമൊക്കെ, നാളെ തന്നെ പോകണം. സൗദയുമായി ഇനി കുഞ്ഞിക്കതിയെ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? പുത്തൻ വീട് തറവാട്ടിലേക്കോ, അതോ അവരുടെ തറവാട്ടിലേക്കോ, അതോ സൗദിയുടെ ഉപ്പയുടെ വീട്ടിലേക്കോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.